ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ദിവസം മുഴുവൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളുടെയും കൂടെ കാണിക്കുകയാണ്. രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിയിലെ ഡിന്നർ വരെ ഈസി, ഹെൽത്തി ആൻഡ് വെറൈറ്റി. ആദ്യം തന്നെ ചൗരി കൊണ്ടൊരു ഉപ്പുമാവാണ്. സാധാരണയായി നമ്മളൊക്കെ പണ്ട് പായസത്തിലായിരുന്നു ഇടാറുള്ളത് അല്ലേ? പക്ഷേ ഇപ്പോൾ ഒത്തിരി സ്നാക്സ് ആയിട്ടുമൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം. ഞാൻ ഉണ്ടാക്കുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഗീയിലോട്ട് കുറച്ച് ജീരകവും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് വഴറ്റി അതിലോട്ട് സവാള ഇട്ട് ഒന്ന് കളറ് മാറുന്നവരെയും വഴറ്റും. നെയ്യ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ചൗരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നമ്മുടെ കപ്പയുടെ പൊടി, ഒരു ടപ്പിയോക്ക പേൾസ് എന്ന് പറയും, അതാണ് ഈ ചൗരി. അതിലോട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റുകയാണ്. കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ചൗരി, തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ച ചൗരി ഇട്ട് ഒന്ന് ഇളക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു 3 മിനിറ്റോളം വഴറ്റാം. ഞാൻ കുറച്ച് വെള്ളം സ്പ്ലട്ടർ ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു തേങ്ങ ചിരകിയതും കൂടി ഇട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുകയാണ്. നടുവിലെ വെളുത്ത ആ കട്ടിയുള്ള ഭാഗം ഇല്ലാതെ മുഴുവനും ട്രാൻസ്പെറൻ്റായി കാണുമ്പോൾ വെന്തു എന്നാണ് അർത്ഥം. പിന്നെ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം, പൂർണ്ണമായിട്ട് നമുക്ക് കുഴഞ്ഞു പോകേണ്ടതില്ല. അങ്ങനെ നമ്മുടെ ചൗരി ഉപ്പുമാവ് ഈസ് റെഡി. കപ്പലണ്ടി പൊടിച്ചത് ഇതിനകത്ത് ഇടാറുണ്ട്, പക്ഷേ ഇവിടെ അലർജി ഉണ്ട്, അതുകൊണ്ട് ഞാൻ തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. വലിയ ടേസ്റ്റ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ലഞ്ചിന് എന്താണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതൊരു സ്റ്റോറി കേട്ടോ. ഏകദേശം ഒരു 10 വർഷം മുന്നേ ഞാൻ എൻ്റെ അങ്കിളിൻ്റെ അനിയുടെ വീട്ടിലായിരുന്ന സമയത്ത് അവരെന്നോട് മോരുകറി ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത് അറിയില്ല. ആ സമയത്ത് എനിക്ക് കണ്ടുള്ളൊരു പരിചയമുള്ളൂ. ഇവരെന്തൊക്കെയൊക്കെയോ എന്നോട് പറഞ്ഞു തന്നു. ഞാൻ ഒന്ന് മാത്രം ശ്രദ്ധിച്ചുള്ളൂ, പിരിഞ്ഞു പോകരുത്. അത് പറഞ്ഞ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു കറിയാണ്. പക്ഷേ ഇത് അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമായി. എന്താണ് ഇഷ്ടപ്പെടാത്തതിന് കാരണം അത് ഞാൻ വഴി പറഞ്ഞുതരാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ട് ഉലുവയും ജീരകവും ഇട്ടു. നമുക്ക് ഉലുവ പൊടിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഉലുവയും ജീരകവും ഇട്ടു. കടുക് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഹസ്ബൻഡിന് ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ മേളിൽ വയ്ക്കുമ്പോൾ പെറുക്കി മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കടുകിടായിരുന്നത്. പിന്നെ ഇതിലോട്ട് വറ്റൽമുളകും ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുകയാണ്. ഇനി ആസ് യൂഷ്വൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഒക്കെ ഇട്ടിട്ട് ഒന്ന് സ്റ്റെയർ ചെയ്യാം. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന കറിയുടെ ഒരു കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടെന്നേ ഉള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റും. ഈ തക്കാളിയിലാണ് അവർക്ക് ഇഷ്ടപ്പെടാറുള്ളത്. പിന്നെ ജീരകം ഇടാനും ഞാൻ മറന്നുപോയി. ജീരകം ഇല്ലാണ്ട് എന്ത് മോരുകറി എന്നവരെന്നോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ചിലർ തക്കാളി ഇടാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തക്കാളി ഇട്ടപ്പോൾ ഇഷ്ടമായി. ഞാൻ പിന്നീടത് പലർക്കും ഉണ്ടാക്കി. ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ കട്ടയൊക്കെ ഉടച്ച നല്ല കട്ടിയുള്ള തൈരും കൂടെ ഒഴിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് ഡയറക്റ്റായിട്ട് തൈര് ഒഴിക്കുന്ന സമയത്ത് ഇത് ഞാൻ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് അത് പ്രശ്നമായിട്ട് തോന്നാറില്ല. പിന്നെ അധികം പുളിയുള്ള തൈരാകാതിരിക്കുകയാണ് നല്ലത്. മേലിലോട്ട് ആവി ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണ്, കാരണം പിരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ചോറ് ഞാൻ എപ്പോഴും കുക്കറിലാട്ടോ ഉണ്ടാക്കാറ്. ഇനി നമുക്കൊരു മൈക്രോ ഗ്രീൻ പൊട്ടറ്റോ തോരൻ ഉണ്ടാക്കിയാലോ? ഞാൻ മിക്കപ്പോഴും വീട്ടിൽ തന്നെ മൈക്രോ ഗ്രീൻസ് വളർത്താറുണ്ട്, കാരണം അത് വളരെ ഹെൽത്തിയാണ്. അതുപോലെ നമുക്ക് വിഷമൊന്നുമില്ലാണ്ട് കിട്ടും. ഞാൻ മസ്റ്റർഡിൻ്റെ മൈക്രോ ഗ്രീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിനോട്ട് കടുകിട്ട് പൊട്ടിക്കും. കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഗാർലിക്കും ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ.
ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ അതിലോട്ട് ഡയറക്റ്റ് പൊട്ടറ്റോ ഇടുവാണ്. ഞാൻ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്, കാരണം അതായിരിക്കും വേവാൻ എളുപ്പം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണേ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 90% അബവ് കുക്കാവുമ്പം ഇതിനകത്തേക്ക് നമുക്ക് മൈക്രോഗ്രീൻ ആഡ് ചെയ്യാം. ഈ മൈക്രോഗ്രീൻ ഇങ്ങനെ നമ്മൾ ഒത്തിരി നേരമായിട്ട് വേവിക്കരുത്, അതിന് ഗുണം പോവും, പിന്നെ അതിനൊരു കയ്പ്പ് രസം വരും, പിന്നെ മഷിയായി പോവും. ഒരു 3 to 5 minutes വേവിക്കുക. ഈസി അല്ലായിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. ഒരു പാവയ്ക്ക വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടത്. നെക്സ്റ്റ് ഞാൻ ഡിന്നറാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്പെഷ്യലാണ്, ഇതൊരു കേരള പാസ്തയാണ്. ഇത് ഞാൻ പറയാം. ഇത് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിരുന്ന് വഴറ്റുകയാണ്. എനിക്കറിയാവുന്ന കുറച്ച് പേര് പാസ്ത മേടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ സീസണിങ് മേടിക്കണം, ചീസ് മേടിക്കണം, അതൊന്നും അല്ലെങ്കിൽ ചൈനീസ് സോസ് മേടിക്കണം. അതൊക്കെ മേടിച്ചിട്ട് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ചിലപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിലോ അത് ഓർത്തിട്ടാണ് മേടിക്കാതിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. ഓക്കെ, കം ടു ദ റെസിപ്പി. ഇതിലോട്ട് ഞാൻ സവാള സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് സ്റ്റെയർ ചെയ്തിട്ട് അതിലോട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുവാണ്. ഇനി ഞാൻ ഇതിലോട്ട് തക്കാളിയാണ് ഇടുന്നത്. അപ്പം തക്കാളി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച തക്കാളിയാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ ഇടുന്നത്. തക്കാളി ഇതുപോലെ അരച്ചിട്ടിടുക, എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ ഇടണം. അപ്പം ഞാൻ ഓൾറെഡി മസാലയൊക്കെ എടുത്തു വെച്ചു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ശ്രദ്ധിക്കുക, ഇതെല്ലാം സ്പൈസസ് ആണ്. ഇതെല്ലാം ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും പൗഡറേ ഉള്ളൂ. അപ്പം ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഒരു മിതമായ രീതിയിൽ എടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കൂട്ടിയെടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഒരു 1 മിനിറ്റോളം സ്റ്റെയർ ചെയ്യുക. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഇടാം. ഞാൻ ചിക്കൻ സജസ്റ്റ് ചെയ്യുന്നു, കാരണം ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പം ഇത് എക്സോട്ടിക് ലെവലാട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഇവിടെ 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, ഞാൻ 2 പാലും കൂടെ ഒരുമിച്ചിട്ടിട്ട് തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിക്കുകയാണ്. ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി ചെറുതായി അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേകുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വേഗം മാത്രമല്ല ചെയ്യേണ്ടത്, ഈ ഒരു മസാല ഇങ്ങനെ കുഴഞ്ഞ് വരുമ്പോൾ വേണം, കണ്ടില്ലേ? എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പാസ്ത ഇടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാസ്ത പെന്നെ പാസ്തയാണ്. പാസ്ത ഇട്ടിട്ട് ഇതുപോലെ 2 സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു മസാല പിടിക്കണം. എന്നിട്ട് ഇതിലോട്ട് മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് മല്ലിയില ഇടുമ്പം കുറച്ചും കൂടെ നല്ല ഫ്ലേവറായിട്ട് തോന്നുന്നു. സിമ്പിളല്ലായിരുന്നോ? നോ ഇറ്റാലിയൻ സ്പൈസസ്, നോ ചൈനീസ് സോസ്, ഒന്നുമില്ലാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ഇതുണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണേ. അപ്പോൾ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.